ഇനിയിപ്പം വണ്ടിയുടെ മെയിൻ്റനൻസ് അതുപോലെ തന്നെ സർവീസ് അവൈലബിലിറ്റി ഒക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കാണുമ്പം ഒരു ഇമ്പം ഫിറ്റ് ആൻഡ് ഫിനിഷ് തോന്നുന്നു. ഇനിയിപ്പം ഈ 2 വണ്ടികൾ ആരൊക്കെ വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഏകദേശം സെയിം കാറ്റഗറിയിൽ വരുന്ന കസ്റ്റമേഴ്സ് തന്നെയാണ് ഉന്നം നിൽക്കുന്നത്. ഈ എക്സ്എസ്ആർ സത്യം പറഞ്ഞ എക്സ്എസ്ആർ ആണോ റോണിനാണോ ഈ ഒരു കമ്പാരിസണിൽ മികച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറിൽ എനിക്ക് പേഴ്സണലി ഒരു ഡൗൺ ആയിട്ട് തോന്നിയത് ആ ഒരു വണ്ടിയുടെ നേച്ചർ അങ്ങനെയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ 2 വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു പോരായ്മ പോലെ തോന്നിയത് വണ്ടി. അപ്പോൾ യെസ്, ഫൈനലി ഒരുപാട് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറേ നാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നു, ബട്ട് ഇനി പഴയ ട്രാക്കിലേക്ക് വീണ്ടും പോവുകയാണ്. അതായത് ആഴ്ചയിൽ 3 വീഡിയോ എന്നുള്ളൊരു സെറ്റപ്പിലോട്ട്. അപ്പം കഴിഞ്ഞ ഒരു 2 മാസത്തിനിടയിലായിട്ട് നമ്മൾ ഇട്ട വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു വീഡിയോ എന്ന് പറയുന്നത് എക്സ്എസ്ആർ ആണ്. എൻ്റെ മാത്രമല്ല, ഓൾമോസ്റ്റ് യൂട്യൂബ് മോട്ടോ വ്ളോഗിങ് സെഗ്മെൻറ്റിൽ ഇപ്പം എക്സ്എസ്ആറും ആർ ടി എക്സ് ഒക്കെയാണ് തരംഗമായിട്ട് നിന്നത്. കാരണം ഈ 2 വണ്ടികളും അത്യാവശ്യം നല്ല പോപ്പുലറായിട്ടുള്ള വണ്ടികളായിട്ടാണ് ഇന്ത്യയിൽ വന്നത്. സോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ബ്രോ എക്സ്ആർ എടുക്കണോ അതോ റോണിൻ എടുക്കണോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് ഇപ്പം നിലവിൽ മെസ്സേജ് അയക്കുകയാണ്. എനിക്ക് തോന്നുന്നു എക്സ്എസ്ആർ ഇറങ്ങിയത് കൊണ്ട് കുറച്ച് ഹൈപ്പ് റോണിനും കൂടെ കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എക്സ്ആർ എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലായപ്പം അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ സ്വാഭാവികമായിട്ട് നോക്കുമല്ലോ. നോക്കുമ്പം കുറച്ചും കൂടി ബെറ്റർ സ്പെക്കും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം എടുത്തു കഴിഞ്ഞാൽ ബെറ്ററായിട്ട് ഏതാണ് നല്ലത്? ഒരു 15,000 രൂപ കൂടുതൽ മാത്രമേ റോണിൻ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്സ്എസ്ആറിനുള്ളൂ. എക്സ്എസ്ആറിനുള്ള പല കാര്യങ്ങൾ റോണിനില്ല, റോണിനുള്ള പല കാര്യങ്ങൾ എക്സ്എസ്ആറിനും ഇല്ല. അത്ര വലിയ രീതിയിലില്ലായ്മയൊന്നുമില്ല, ബട്ട് നമുക്ക് നോക്കാം ഏത് വണ്ടിയാണ് ബെറ്റർ എന്നുള്ള കാര്യം. അപ്പോൾ കൂടുതൽ സമയമൊന്നും വേസ്റ്റ് ചെയ്യാനായിട്ടില്ല. ഹണ്ടറുമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ നമ്മൾ ഓൾറെഡി വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹണ്ടറിനെ പറ്റി നമ്മൾ ഇതിനകത്തോട്ട് സംസാരിക്കാത്തത്. പക്ഷേ റോണിനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സംഭവം ഈസിയാണ് ഏത് വണ്ടിയാണ് ബെറ്റർ എന്ന് പറയാനായിട്ട്. ഫസ്റ്റിൽ തന്നെ ആ ഒരു പെർഫോമൻസിൻ്റെയും അതുപോലെ തന്നെ റൈഡ് ഫീലിൻ്റെയും കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 വണ്ടിയും സെയിം കാറ്റഗറിപ്പെടുന്ന വണ്ടിയാണ്. ഇപ്പോൾ ഹണ്ടർ നോക്കുകയാണെങ്കിൽ ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. അത് കുറച്ചും കൂടെ ലോ എൻഡിൽ ബെറ്ററായിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ്. നമുക്ക് എന്താ പറയണ്ടേ, ഒരു ലോങ് സ്ട്രോക്കിൻ്റെ ആ ഒരു ഫീല് ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ. അതുപോലെ തന്നെ ഈ സ്ക്വയർ ഷേപ്പ് എഞ്ചിനാണ് ഈ ബാക്കിയുള്ള 2 വണ്ടിയും. അതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എഫിഷ്യൻസിയാണ് മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടെ റവ് ഹാപ്പി ആയിരിക്കും കമ്പയർ ടു ലോങ് സ്ട്രോക്ക് എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. കുറച്ചും കൂടെ എല്ലാ റവ് ബാൻഡിലും പവർ നമുക്ക് ഫീൽ ചെയ്യും. ഇന്ന റവ് ബാൻഡിലാണ് പവർ ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എല്ലാ അത്യാവശ്യം ഗിയറിലും നമുക്ക് നല്ല പഞ്ചി ഫീലായിട്ട് തന്നെ കിട്ടും. പക്ഷേ അത് കൂടുതലായിട്ട് കിട്ടുക റോണിലാണ് കുറച്ചും കൂടെ ടോർക്ക് ബെറ്ററായിട്ട് ഡെലിവറി കിട്ടുന്നത്. പ്രത്യേകിച്ച് സിറ്റിയിൽ കൊണ്ട് നടക്കാനാണെന്നുണ്ടെങ്കിൽ റോണിൽ എൻജിൻ ബേസ് നല്ല ടോർക്കാണ്. എക്സ്എസ്ആറിന് കുറവാണെന്നല്ല, എക്സ്എസ്ആറിന് കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ഷാസി ആയതുകൊണ്ട് സിറ്റിയിൽ ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടും, ലൈറ്റ് വെയിറ്റ് ഷാസിയുടെ ആയിട്ടുള്ള. പക്ഷേ എൻജിൻ ബേസ് ടോർക്കിൻ്റെ ഒരു ഫീൽ, കുറേ ഗിയർ മാറ്റേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ റോണിനിൽ വരുന്നില്ല. അതുമാത്രമല്ല 2 വണ്ടിയും എന്താ പറയുക, ഒരു ഏകദേശം സിമിലർ ഒരു പവർ ഫിഗേഴ്സ് ആണെന്നുണ്ടെങ്കിലും റോണിൻ അത്രയ്ക്ക് ഹൈവേ ഓറിയൻറ്റഡ് ആയിട്ട് ആ ഒരു എൻജിനെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ബട്ട് എന്നിരുന്നാലും കമ്പയർ ടു റോണിൻ എക്സ്ആറിൻ്റെ ആ ഒരു റെവിങ് കേപ്പബിലിറ്റി കുറച്ച് കൂടുതലാണ്. ഇവിടെ ഹയർ റെവ്സിൽ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വണ്ടി നമ്മുടെ എക്സ്ആർ തന്നെയാണ്. അതിനകത്തൊരു തർക്കവും വേണ്ട. കാരണം അത് R15-ലും MT-ലൊക്കെ ആയിട്ട് യൂസ് ചെയ്ത് വന്നിട്ടുള്ളൊരു എഞ്ചിനാണല്ലോ. കുറച്ചും കൂടെ റവ് ചെയ്യാൻ വലിയ സ്ട്രെസ്സോ കാര്യമൊന്നും തന്നെ ഇല്ല. കുറച്ചും കൂടെ ബെറ്ററായിട്ട് തന്നെ റവ് ചെയ്യും. അതുമാത്രമല്ല അതിലൊരു VVA ടെക്നോളജി വരുന്നതുകൊണ്ട് തന്നെ ഒരു 7000 RPM കഴിയുമ്പോൾ തന്നെ ആ ഒരു എഞ്ചിൻ്റെ ക്യാരക്ടർ കുറച്ചും കൂടെ ബെറ്റർ ആവുന്നുണ്ട്. കുറച്ചും കൂടെ പവർഫുള്ളായിട്ട് തോന്നും. നമുക്ക് സ്ട്രെസ്സ് ഫ്രീ ആയിട്ട് നമുക്കൊരു 80, 85, 90 ലെവലിലൊക്കെ നമുക്ക് ക്രൂസ് ചെയ്യാം. റോണിലും ചെയ്യാം. പക്ഷേ റോണിൽ ഒരു 5ാമത്തെ ഗിയറിൻ്റെ ഒരു അഭാവം, 6ാമത്തെ ഗിയറിൻ്റെ ഒരു അഭാവമുണ്ട്. അതുമാത്രമല്ല അത് ലിക്വിഡ് കൂൾഡും അല്ലല്ലോ. ഇത് ലിക്വിഡ് കൂൾഡിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വണ്ടിയും വലിയ രീതിയിൽ ഹീറ്റൊന്നും ആവത്തില്ല. പക്ഷേ കമ്പയർ ടു സ്പെക്ക് വൈസ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് എക്സ്എസ്ആറിനെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് 2 വണ്ടിയിലും അല്ലെങ്കിൽ ടെക്നിക്കൽ വൈസ് 2 വണ്ടിയും ഏകദേശം ബെറ്ററായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. 2 വണ്ടിയിൽ സ്ലിപ്പർ ക്ലച്ച്, ഡുവൽ ചാനൽ ABS-ഉം കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റോണിലാണെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള റൈഡിംഗ് മോഡ് വരുന്നുണ്ട്, റൈനും അർബൻ എന്നൊക്കെ പറഞ്ഞിട്ട് ABS-ൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനും കുറയ്ക്കാനായിട്ട്. പക്ഷേ നമ്മുടെ എക്സ്എസ്ആറിൽ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, പക്ഷേ ഇതിൽ ട്രാക്ഷൻ കൺട്രോൾ വരുന്നില്ല. അപ്പം സ്പെക്ക് വൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബെറ്ററായിട്ട് തന്നെ 2 വണ്ടിയും ഫീൽ ചെയ്യുന്നുണ്ട്. 2 വണ്ടിയുടെയും ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ LCD ഡിസ്പ്ലേ ആണ്. ഒന്നിൽ നെഗറ്റീവ് LCD, ഒന്നിൽ പോസിറ്റീവ് LCD.
പ്രത്യേകിച്ച് ടെക്നിക്കൽ വൈസ് വലിയൊരു വ്യത്യാസങ്ങൾ രണ്ട് വണ്ടിയിലും ഇല്ല. പക്ഷേ ഇത് അഡ്വാൻസ്ഡ് എഞ്ചിനാണ്. നമ്മുടെ XSRൽ വരുന്നത് കുറച്ചും കൂടെ ലിക്വിഡ് കൂൾഡ്, കുറച്ചും കൂടെ യമഹയുടെ ഒരു റിലയബിലിറ്റി, കുറച്ചും കൂടെ ബെറ്റർ മൈലേജ്. റോണിനും മൈലേജിൻ്റെ കാര്യത്തിൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ നമുക്കിപ്പം കമ്പയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രൂവൺ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. എങ്ങനെ ഓടിച്ചാലും ഒരു 40-45 മൈലേജ് എങ്ങനെയെങ്കിലും കിട്ടും ആ ഒരു XSRൽ. ഹൈവേയിലൊക്കെ മര്യാദരമായിട്ട് ഓടിക്കുകയാണെങ്കിൽ ഒരു 50-55 എങ്ങനെ ആയാലും കിട്ടും. നിങ്ങൾക്ക് ഒരു 80 പോയാലും 50-55 കിട്ടും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. കാര്യം ഞാൻ കഴിഞ്ഞൊരു 6 വർഷമായിട്ട് സെയിം എഞ്ചിൻ യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞതാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഇനിയിപ്പം കംഫേർട്ടിൻ്റെ കാര്യം നോക്കുന്ന സമയത്താണ് ഇവിടെ ഏറ്റവും വലിയ റോണിൻ്റെ ഒരു പ്ലസ് പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കുക. റോണിൻ കുറച്ചും കൂടെ കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് കമ്പയർ ടു XSR ഒരു മോഡേൺ റെട്രോ വണ്ടിയാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ഒരു സ്പോർട്ടിനെസ്, കുറച്ചും കൂടെ ഒരു കമ്മിറ്റായിട്ട് ഒരു പൊടിക്കൊരു ലീനുണ്ട്. അതുപോലെ തന്നെ പില്ലിന് പ്രത്യേകിച്ച് ഗ്രാബറയിലോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു കംഫർട്ടിൻ്റെ കാര്യത്തിൽ കമ്പയർ ടു ദിസ് ടു നമുക്ക് റോണിൻ്റെ കാര്യത്തിൽ 100% ഗ്യാരണ്ടി എനിക്ക് തരാൻ സാധിക്കും. കാര്യം റോണിന് ബാക്കിൽ ഇരുന്ന് എത്ര കിലോമീറ്ററിലും നമുക്ക് യാത്ര ചെയ്യാം. ഓടിക്കുന്നതിനും പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് ഹാൻഡിൽ ബാർ റൈസറിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള റൈഡിങ് പൊസിഷനാണ് റോണിനിൽ വരുന്നത്. സോ റോണിൻ കംഫർട്ടിൻ്റെ കാര്യത്തിൽ തൂക്കിയിട്ടുണ്ട്. XSR മോശമെന്നല്ല പറയാം. XSR കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈ മോഡേൺ റെട്രോ, കുറച്ചും കൂടെ യങ്സ്റ്റേഴ്സ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യമഹ ഇറക്കിയതാണെന്ന് തോന്നുന്നു. മറ്റേത് കുറച്ചുകൂടെ മെച്യൂർ ആയിട്ടുള്ള കുറച്ച് റൈഡേഴ്സ്. അടുത്തെന്ന് പറഞ്ഞാൽ ഡിസൈൻ ആൻഡ് എസ്തെറ്റിക്സ് ആണ്. XSRന് ഒരു പ്രത്യേക കാറ്റഗറി എന്തായാലും ഉണ്ട്. അത് ഒരു RX-100ൻ്റെ ഒരു ഷേപ്പിൽ, അല്ലെങ്കിൽ ഒരു ഹണ്ടറും XSR എന്നൊക്കെ പറഞ്ഞാൽ മോഡേൺ റെട്രോ എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു ഷേപ്പിൽ തന്നെയാണ് വന്നേക്കുന്നത്. പക്ഷേ നമ്മുടെ റോണിലോട്ട് വരുമ്പോൾ അതൊരു കമ്മ്യൂട്ടറാണോ അതോ ക്രൂയിസറാണോ അതോ ഒരു മോഡേൺ റെട്രോ ആണോ എന്ന് പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ കാണാൻ വലിയ കുഴപ്പമൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ലുക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് പേഴ്സണലി രണ്ട് വണ്ടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് കുറച്ചും കൂടെ എനിക്കിഷ്ടം XSR തന്നെയാണ്. XSRൻ്റെ ആ ഒരു സ്ലീക്കായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ പ്രത്യേകം ഇഷ്ടങ്ങളൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാവാം, അതിലൊന്നും കാര്യം തന്നെ ഇല്ല. ഇനിയിപ്പം വണ്ടിയുടെ മെയിൻ്റനൻസ് അതുപോലെ തന്നെ സർവീസ് അവൈലബിലിറ്റിയൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു യമഹയാണ് കുറച്ചും കൂടെ ബെറ്റർ സർവീസിൻ്റെ കാര്യത്തിലും സ്പെയർ പാർട്സ് അവൈലബിലിറ്റിയുടെ കാര്യത്തിലും. കാരണം TVS പൊതുവേ ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിലും യമഹയുടെ അത്രയും പോലും ഒരു അവൈലബിലിറ്റി ഇതുവരെ എല്ലായിടവും ആയിട്ടില്ല. പക്ഷേ കിട്ടാതെ ഇരിക്കാൻ മാത്രം പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഓർഡർ ചെയ്താൽ തന്നെ സാധനങ്ങൾ സർവടയിൽ നിന്ന് എത്തുന്നുണ്ട് എന്നാണ്. കോട്ടയം TVS അല്ലെങ്കിൽ മറ്റുള്ള അത്യാവശ്യം മെട്രോ സിറ്റികളിൽ യൂസ് നിന്ന് വണ്ടി ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ എന്തായാലും അവൈലബിൾ ആകും. ഈ കൺസ്യൂമബിൾസ് സാധനങ്ങൾ, അതായത് ഈ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ സാധനങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് എവിടെ ആയാലും കിട്ടും. അതിലൊരു ക്ഷാമം കാണത്തില്ല. പക്ഷേ ചെറിയ ഈ ലിവർ ഒടിഞ്ഞ് പോവുക, അതുപോലെ തന്നെ ഈ ഫുഡ് പാക്ക്, അതുപോലുള്ള ചെറിയ സാധനങ്ങൾ, അതായത് ഈ MC കിറ്റ്, ഈ വക സാധനങ്ങളൊക്കെ കിട്ടാൻ ചെറിയൊരു ക്ലച്ച് ഡിസ്ക്, ഇതൊക്കെ കിട്ടാൻ ഇച്ചിരി ഡിലേ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കമ്പയർ ടു XSRൻ്റെ അവൈലബിലിറ്റിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്തായാലും എവിടെ ചെന്നാലും നിങ്ങൾക്ക് കിട്ടും. സർവീസ് ക്വാളിറ്റി യമഹയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് പരാതിയൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പം രണ്ട് വണ്ടിയുടെയും ബിൽഡ് ക്വാളിറ്റി നോക്കാനാണെന്നുണ്ടെങ്കിൽ രണ്ട് വണ്ടിയും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. കാണുമ്പം ഒരു ഇമ്പം ഫിറ്റ് ആൻഡ് ഫിനിഷ് തോന്നുന്നത് റോണിലാണെന്നുണ്ടെങ്കിലും ക്വാളിറ്റി വൈസ് എനിക്ക് യമഹയിലാണ് അത് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ സാധിക്കുക. കാര്യം ഈ ഹെഡ് ലീക്ക് പോലുള്ള സംഭവങ്ങളൊക്കെ പല റോണിൻ ഓണേഴ്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് കമ്പയർ ടു മറ്റുള്ള അതർ പോപ്പുലർ ഇന്ത്യൻ ബ്രാൻഡ് ഈ നമ്മുടെ റോണിൻ്റെ ക്വാളിറ്റി അപ്രീഷിയേറ്റബിൾ തന്നെയാണ്. നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പല റോണിൻ യൂസേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. റോണിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, XSRൻ്റെ വേണമെങ്കിലും ചെയ്യാം. ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാൻ, കോൺടാക്ട് ചെയ്യാം. അടുത്തതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഈ രണ്ട് വണ്ടികൾ ആരൊക്കെ വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഏകദേശം സെയിം കാറ്റഗറിയിൽ വരുന്ന കസ്റ്റമേഴ്സ് തന്നെയാണ് ഉന്നം നിൽക്കുന്നത്. ഈ XSR സത്യം പറഞ്ഞാൽ ഒരു 2019 റേഞ്ചിലൊക്കെ ഇറങ്ങിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ രണ്ട് മോഡലും ഹണ്ടറും റോണിനും വലിയൊരു വിജയമായി തീരത്തില്ലായിരുന്നു. വിജയമാകും, പക്ഷേ ഈ കാണുന്ന പോലെ ഇപ്പോൾ റോഡിൽ കാണുന്ന പോലെ ഈ രണ്ട് വണ്ടികളും കാണത്തില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് ജനപ്രീതിയും അത്രയ്ക്ക് പ്രാക്ടിക്കലുമായിട്ടുള്ള മോഡൽ തന്നെയാണ് നമ്മുടെ XSR എന്ന് പറയുന്നത്. XSRൽ എനിക്ക് പേഴ്സണലി ഒരു ഡൗൺ ആയിട്ട് തോന്നിയത് ആ ഒരു വണ്ടിയുടെ നേച്ചർ അങ്ങനെയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ രണ്ട് വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്
കുറച്ചൊരു പോരായ്മ പോലെ തോന്നിയത് വണ്ടിയുടെ കംഫർട്ടാണ്. പില്ലിയൻ കംഫർട്ട്, പ്രത്യേകിച്ച് അതിന് ഗ്രാബ് റെയിലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഒരു ടൂറിംഗ് ബേസിൽ പില്ലിയനായിട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, വണ്ടി കേപ്പബിൾ ആണെങ്കിലും അതിൻ്റെ മൈലേജും മെയിൻ്റനൻസും ഒക്കെ പക്ക ആണെന്നുണ്ടെങ്കിലും ഒരു ഗ്രാബ് റെയിൽ അത് മേ ബി ആക്സസറീസൊക്കെ ആയിട്ട് ബാൻഡിഡോസൊക്കെ ഇറക്കുമായിരിക്കും. നമുക്ക് കാത്തിരിക്കാം. അത് എന്തായാലും ഇറങ്ങും. അതിൻ്റെ ഒരു ആവശ്യകത കൂടുന്തോറും ഇനി എന്തായാലും റോഡിൽ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്ന ഒരു വണ്ടി ഒന്ന് XSR തന്നെയാണ്. അത് അത്രയ്ക്ക് ഫാൻ ബേസ് ഉണ്ട് ആ ഒരു വണ്ടിക്ക്. സോ XSR ആണോ റോണിനാണോ ഈ ഒരു കമ്പാരിസണിൽ മികച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദോസ് ഹൂ ഫോർ കംഫർട്ട് ആൻഡ് ബെറ്റർ ലോ എൻഡ് പെർഫോമൻസ്, റോണിൻ തന്നെയാണ് അതിനകത്തൊരു വിന്നർ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ടോർക്കും കുറച്ചും കൂടെ ടോപ്പ് എൻഡ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വേണം. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്താ പറയുക, ഒരു ലിക്വിഡ് കൂൾഡ് എൻജിൻ പോലത്തെ ഒരു വണ്ടി വേണം. പിന്നെ യമഹാഡ് ആയിട്ടുള്ളൊരു റിലയബിലിറ്റി. എല്ലാത്തിനുപരി 6 വർഷത്തെ കാത്തിരിപ്പിന് റോണിനല്ല ഹണ്ടറൊന്നും ഒന്ന് വന്നാലും ഒന്നും നടക്കത്തില്ല. സോ കുറച്ചും കൂടെ ബെറ്റർ സ്പോർട്ടി ഫീൽ വേണമെന്നുണ്ടെങ്കിൽ XSRലോട്ട് പോകാം. എന്നാൽ കുറച്ചും കൂടെ ലോ എൻഡിൽ നിങ്ങൾക്ക് ശാന്തമായിട്ട് ഓടിക്കാനാണ്, ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കംഫർട്ടബിളായിട്ട് രണ്ടുപേർക്ക് യാത്ര ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ റോണിൻ ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ ഓവറാൾ മെയിൻ്റനൻസിൻ്റെയും മൈലേജിൻ്റെയും പ്രൈസിൻ്റെയും കാര്യത്തിൽ ഞാൻ പറയുക XSR തന്നെ ആയിരിക്കും എൻ്റെ ഒരു പിക്ക്. റോണിൻ മോശമാണെന്ന് ആയതുകൊണ്ടല്ല, രണ്ട് വണ്ടിയും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്.